സംസ്ഥാനത്തെ മുഴുവൻ വില്ലേജുകളിലും സമയബന്ധിതമായി റീസർവേ നടപടികൾ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ഡിജിറ്റൽ സർവേ നടപടികൾക്ക് തുടക്കമായി. കോഴപ്പള്ളി 1-ാം വാർഡിൽ നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ MLA പഞ്ചായത്തിലെ സർവേ നടപടികൾക്ക് തുടക്കം കുറിച്ചു. സംസ്ഥാനത്ത് മുഴുവൻ വില്ലേജുകളിലും സമയബന്ധിതമായി റീസർവേ നടപടികൾ പൂർത്തീകരിക്കുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഡിജിറ്റൽ റീസർവേ പദ്ധതിയുടെ ഭാഗമായുള്ള സർവേ നടപടികൾക്ക് വാരപ്പെട്ടി വില്ലേജിൽ തുടക്കമായി. കോഴിപ്പള്ളി 1-ാം വാർഡിൽ നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വാരപ്പെട്ടി വില്ലേജ് നിവാസികൾ ഏറെ വർഷങ്ങളായി നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒരു ആവശ്യത്തിൻ്റെ പൂർത്തീകരണം, അതിൻ്റെ തുടക്കമാണ്. ആ പ്രവർത്തനത്തിൻ്റെ ഒരു തുടക്കമാണ് ഇന്ന് നമ്മളിവിടെ കോഴിപ്പള്ളിയിൽ നിന്നും ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഭൂമി സംബന്ധമായ നിരവധി പ്രശ്നങ്ങൾ നേരിടുമ്പോൾ പലപ്പോഴും റീസർവേ വന്നാൽ അത് പരിഹരിക്കപ്പെടുമെന്നുള്ള നിലയിൽ നമ്മളൊക്കെ ആ നിലയിൽ റീസർവേ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഈ നമുക്കറിയാം റവന്യൂ വകുപ്പുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ നിലയിൽ ഇപ്പോൾ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് എന്നുള്ള നിലയിൽ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സർവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അതെല്ലാം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇതൊരു പ്രത്യേക പദ്ധതിയായി വിഭാവനം ചെയ്താൽ മാത്രമേ സമയബന്ധിതമായി കേരളത്തിൽ അത് പൂർത്തീകരിക്കപ്പെടൂ എന്ന് കണ്ടതുകൊണ്ടാണ് ഏറ്റവും ആധുനിക ഇപ്പോൾ സർവേ സാധാരണ നിലയിൽ സർവേ ചെയ്യാൻ തീരുമാനിച്ചാൽ കേരളത്തിൽ അത് പൂർത്തീകരിക്കണമെങ്കിൽ നമുക്കറിയാം അത് അത്രയേറെ എളുപ്പമുള്ള കാര്യമല്ല. ഇത് ഏറ്റവും അഡ്വാൻസ്ഡായി നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഡിജിറ്റൽ റീസർവേ എന്നുള്ള നിലയിലാണ് ഈ സർവേ നടപടികൾ നടത്താൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചത്. അത് വളരെ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. ഡിജിറ്റൽ റീസർവേയുടെ 3-ാം ഘട്ടത്തിന്റെ ഭാഗമായാണ് വാരപ്പെട്ടി വില്ലേജിനെ സർവേ നടപടികൾക്കായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. വാരപ്പെട്ടി വില്ലേജ് ഉൾപ്പെടുന്ന 2152 ഹെക്ടറോളം വിസ്തീർണമുള്ള സ്ഥലം ഡിജിറ്റൽ സർവേ 6 മാസം കൊണ്ട് പൂർത്തീകരിക്കുന്ന കർമ്മ പദ്ധതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ സർവേ ആരംഭിക്കുന്ന സ്ഥലങ്ങളിൽ സർവേ ഉദ്യോഗസ്ഥർ ഹാജരാകുമ്പോൾ ഭൂവുടമസ്ഥർ സർവേ ഉദ്യോഗസ്ഥർക്ക് അവരവരുടെ ഭൂമിയുടെ അതിർത്തി കാണിച്ചു നൽകുകയും അവകാശരേഖകൾ, കരമടച്ച രസീത് എന്നിവയുടെ പകർപ്പ് നൽകുകയും ചെയ്ത് കുറ്റമറ്റ രീതിയിൽ ഡിജിറ്റൽ സർവേ ചെയ്യുന്നതിന് അവസരമൊരുക്കേണ്ടതാണ്. ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഭൂവുടമസ്ഥർക്ക് പോർട്ടൽ സന്ദർശിച്ച് ഭൂമിയുടെ രേഖകളുടെ കൃത്യത ഓൺലൈനിൽ പരിശോധിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് MLA പറഞ്ഞു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ MS ബെന്നി, KM സെയ്ദ്, ദിവ്യ സലി, KK ഹുസൈൻ, മുൻ പഞ്ചായത്ത് അംഗം PV മോഹനൻ, ഹെഡ് സർവേയർ അനിത S, എറണാകുളം ജില്ലാ മാസ്റ്റർ ട്രെയിനി വിജേഷ് VL, പലാരിമംഗലം HS ഇൻചാർജ് പ്രസാദ് NK, വില്ലേജ് ഓഫീസർ മുഹമ്മദ് ജലീൽ, സർവേ ഓഫീസർ സന്ധ്യ AM എന്നിവർ പങ്കെടുത്തു.